ഹായ് ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 69 ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വന്നാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അനീഷിന്റെ കോമണർ കാർഡിന്റെ കളിയും അതുപോലെ തന്നെ PR-ന്റെ വർത്താനവും അതിനെപ്പറ്റിയുള്ള സംസാരവും എല്ലാം ലാലേട്ടൻ വലിച്ചു കീറി വിട്ടിട്ടുണ്ട്. ഈ മേലാക്ക സീസൺ 7 കഴിയുന്നിടം വരെ ഒറ്റൊരാളും PR-ന്റെ കാര്യവും കൊളാബറേഷന്റെ കാര്യവും ഒന്നും പറയാനേ ഇടയില്ലാത്ത രീതിയിലാണ് ലാലേട്ടൻ ഇന്ന് അത് എല്ലാവർക്കും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുള്ളത്. ബിഗ് ബോസ് ഹൗസിലേക്ക് ഷോ തുടങ്ങാൻ 3 ദിവസം മാത്രം നിൽക്കെയാണ് തനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്നും കോള് വന്നത് എന്നുള്ള നാടകവും ഒപ്പം അനീഷിന് PR എന്തെന്ന് പോലും അറിയില്ല എന്നുള്ളൊരു സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ കൊളാബ് എന്നാന്നറിയത്തില്ല, കൊളാബറേഷൻ എന്നാന്നറിയത്തില്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നല്ലോ അനീഷിന് അറിയില്ലാത്ത കാര്യങ്ങളെല്ലാം ലാലേട്ടൻ അങ്ങോട്ട് അറിയിപ്പിച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ. ഈ ഒരു എപ്പിസോഡിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്ന PR ആയിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ എല്ലാവർക്കും തന്നെ PR ഉണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളും മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഈ ഒരു PR-നെ പറ്റി കൂടുതൽ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചത് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലൂടെ എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് മാത്രമല്ല അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ PR അത്യാവശ്യം ഉണ്ട്. ഒരു ടോപ്പിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ മെയിൻ ഉദ്ദേശം എന്നായിരുന്നു ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒപ്പം ലാലേട്ടൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, PR മാത്രമുള്ളത് കൊണ്ട് ആരും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യവും കൂടി. എന്തായാലും ഇനി PR-ന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഒരാളും കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് വൃത്തിക്ക് എല്ലാത്തിൻ്റെയും PR കാര്യങ്ങളെ പറ്റി ലാലേട്ടൻ അവിടെ എക്സ്പോസ് ആക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിനെ ലാലേട്ടൻ വഴക്ക് പറയുന്ന സമയത്ത് ഷാനവാസിന്റെ ഒരു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ആ ഒരു ദേഷ്യം നിറഞ്ഞുള്ള ഒരു നോട്ടമൊക്കെ ലാലേട്ടനോട് ഒരു റെസ്പെക്റ്റും ഇല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഷാനവാസ് എന്നല്ല, മുന്നുള്ളൊരു എപ്പിസോഡിൽ ഇതുപോലെ തന്നെ ആരിനും ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അന്നും ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ഡിസ്റെസ്പെക്റ്റ് ഷാനവാസ് ആണ് ലാലേട്ടനോട് കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. ഇതെൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കത് തോന്നി, ഞാനതുപടി പറയുന്നു, അത്രയേ ഉള്ളൂ.